മരണങ്ങൾ ഉണ്ടായാൽ മൃതദേഹങ്ങൾ താഴെ എത്തിക്കാൻ ആംബുലൻസ് ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ഇറക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഈ ഉത്തരവിൽ കോടതി പറയുന്നത്? ആര്യ, സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ഓരോ സീസണിലും മണ്ഡല മകരവിളക്ക് കാലത്ത് ഒരു 150ഓളം ഹൃദയാഘാതങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായി 42 പേർക്ക് വരെ ജീവൻ നഷ്ടമാകുന്നുണ്ട്. ഇവരെ ഈ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് സാധാരണ നിലയിൽ സ്ട്രെച്ചറിൽ ചുമന്ന് താഴേക്ക് ഇറക്കുകയാണ് മൃതദേഹങ്ങൾ ചെയ്യുന്നത്. ഇനി അത്തരത്തിൽ ചെയ്യരുതെന്നും സന്നിധാനത്ത് പമ്പയിലും സർവീസ് നടത്താനായി ആംബുലൻസ് സൗകര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഏതെങ്കിലും അസുഖബാധിതരായി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് താഴേക്ക് ഇറക്കാനായി ഗൂർഖ ആംബുലൻസ് സൗകര്യം ഹൈക്കോടതി തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ആംബുലൻസുകൾ ഉപയോഗിക്കണം ഇനി മൃതദേഹങ്ങൾ താഴേക്ക് ഇറക്കാൻ. സ്ട്രെച്ചറിൽ ചുമന്നിറക്കരുത് എന്നാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ആംബുലൻസ് ഈ മൃതദേഹങ്ങൾ താഴേക്ക് ഇറക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിന് ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം കോടതി നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലേക്ക് തീർത്ഥാടകർ മുകളിലേക്ക് കയറുമ്പോൾ തൊട്ടടുത്തുകൂടി മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ചുമന്നിറക്കുന്നത് തീർത്ഥാടകർക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകും, മാനസികമായ ബുദ്ധിമുട്ടുകൾ അടക്കം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് ആംബുലൻസിൽ ഇറക്കണം. അത് ഒരു കൃത്യമായി അക്കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്.